ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂരിൽ BJP പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2 പ്രതികൾ പിടിയിലായത് 6 വർഷങ്ങൾക്ക് ശേഷം. പുനലൂരിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു വിവിധ പദ്ധതികളുമായി നഗരസഭ. അഞ്ചലിൽ ഗുണ്ടാ നിയമപ്രകാരം യുവാവ് അറസ്റ്റിലായത് വടമൺ സ്വദേശി ലങ്കേഷ്. വാർത്തകൾ വിശദമായി. പുനലൂർ കലയനാട് BJP പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2 പ്രതികളെ കൂടി പുനലൂർ പോലീസ് പിടികൂടി. 2009-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഒളിവിലായിരുന്ന പ്രതികളെ കഴിഞ്ഞ ദിവസം വീടുകളിൽ നിന്നാണ് പിടികൂടിയത്. 2009-ൽ BJP പ്രവർത്തകനായ ബിജുവിനെ പുനലൂർ കലയനാട് ജംഗ്ഷനിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2 പ്രതികളെയാണ് കഴിഞ്ഞ ദിവസം പുനലൂർ പോലീസ് പിടികൂടിയത്. 10 പ്രതികൾ ഉണ്ടായിരുന്നതിൽ കുപ്രസിദ്ധ ഗുണ്ടകളായ കണ്ടെയ്നർ സന്തോഷ്, ജിണ്ടനനി ഉൾപ്പെടെ 8 പ്രതികളെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ കൊല്ലം മാങ്കൂട് സ്വദേശികളായ ഷമീർ, സുഭാഷ് എന്നിവർ ഒളിവിലായിരുന്ന പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പുനലൂർ DYSP മധുസൂദന്റെ നേതൃത്വത്തിൽ പ്രതികളെ വീടുകളിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ബിജുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തത്. 2009 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൻ്റെ അന്വേഷണം ഇവിടുത്തെ DYSP ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം നോക്കി ചെയ്തിരുന്നു. അതിൽ 2 പ്രതികൾ ഒളിവിലായിരുന്നു. അവരെ പേരും അഡ്രസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്തു. അവരെ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് അവരെ അറസ്റ്റ് ചെയ്തു. ആ കേസിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇവരെല്ലാം ഈ സ്ഥലത്ത് കൊണ്ടുപോയത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിവരെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ഒരാൾ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ താമസമുള്ള ഒരു സജീറും, പിന്നെ മറ്റൊരാൾ കൊല്ലം സ്വദേശിയായ സുഭാഷ്. ഈ കേസിൽ 10 പ്രതികളുണ്ടായിരുന്നു. അതിൽ ബാക്കി 8 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തു. ഇനി ഈ കേസ് ഇപ്പോൾ പെൻഡിങ്ങിലുണ്ടായിരുന്നു. ഈ 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയില്ല. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ഇത് ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേസായതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചാർജ് കോടതിയിൽ ഹാജരാക്കുന്നു.
പുനലൂർ CI സുരേഷ് കുമാർ, SI TS ശിവപ്രകാശ്, SI തുളസീധരൻ, ASIമാരായ ജോസ്, ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സോളാർ കോഴയുമായി ബന്ധപ്പെട്ട് പത്തനാപുരത്ത് BJP യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കോലം കത്തിച്ചു. സരിതയിൽ നിന്നും മുഖ്യമന്ത്രി 1,90,00,000 രൂപ കോഴ വാങ്ങിയതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രകടനം അവസാനിപ്പിച്ചു. സോളാർ അഴിമതി CBI അന്വേഷിക്കണമെന്നും അല്ലാത്ത പക്ഷം പാർട്ടിയും യുവമോർച്ചയും സമരം ശക്തമാക്കുമെന്നും പ്രകടനം ഉദ്ഘാടനം ചെയ്ത് BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി മുന്നറിയിപ്പ് നൽകി. കേരളക്കരയാകെ നാണക്കേട് കൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത് നാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം മുഴുവൻ പോയിരിക്കുകയാണ്. ഒരു കള്ളനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ VM സുധീരന്റെ യാത്ര, ജനരക്ഷാ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര നടത്തുന്ന ആരെ രക്ഷിക്കാനെന്ന് ഇവിടുത്തെ UDF സംസ്ഥാനം വെളിപ്പെടുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടുത്തെ സോളാർ സരിത അഴിമതി കേസ് CBI അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ കള്ളനായ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഈ അഴിമതി നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയെ ഈ മന്ത്രിസഭയിൽ ജയിലഴിക്കുള്ളിലേക്ക് കടത്തുവാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരിക്കുന്ന ആ സർക്കാരിന് കീഴിലുള്ള CBI അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ ഉമ്മൻചാണ്ടി എന്ന കൊടുങ്കള്ളനെ അകത്താക്കുവാൻ, അയാളുടെ മന്ത്രിസഭയടക്കമുള്ള ഈ മന്ത്രിസഭയിലെ കള്ളന്മാരായിട്ടുള്ള മന്ത്രിമാരെ അടക്കം അകത്താക്കുവാൻ കഴിയൂ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്. CBIക്ക് വിടുവാൻ തന്റേടമുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകാതെ ഇവിടെ ഉമ്മൻചാണ്ടി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുവാനുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ BJPയുടെ ശക്തമായ പ്രതിഷേധം ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് മാത്രം അറിയിക്കുകയാണ്. യുവമോർച്ച ജില്ലാ സെക്രട്ടറി H കൃഷ്ണകുമാർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, ഉണ്ണികൃഷ്ണൻ, പാതിരിക്കൽ ശശി, രാജീവ്, സുജി കവലയിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാലിന്യ സംസ്കരണത്തിനായി പുനലൂർ നഗരസഭ നടപ്പിലാക്കുന്ന ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണം പദ്ധതിയുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ K വാസുകി IAS ക്ലാസുകൾ നയിച്ചു. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ദേശത്തിലെ, ഇന്ത്യയിലെ എന്തുകൊണ്ട് സംസ്കരിക്കാൻ കഴിയില്ല? വേറെ ആരെങ്കിലും പറയുമോ? റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ knowledge, you mean? Okay. Technology ഇല്ല. Okay. Knowledge ഇല്ല, technology ഇല്ല. ഇതെല്ലാം ഒരുപാട് കാരണങ്ങൾ പറയും അല്ലേ? സോ നമുക്ക് ഞാൻ ഇത് വന്നപ്പോ, ഞാൻ ശുചിത്വ മിഷനിൽ വന്നത് ഞാൻ തന്നെ ആഗ്രഹിച്ച് ഞാൻ തന്നെ ചോദിച്ചു വന്ന ഒരു പോസ്റ്റാണ്. സോ അപ്പൊ വന്നപ്പോ എനിക്ക് മാലിന്യ സംസ്കരണത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഒരു ഡോക്ടറാണ്, MBBS പഠിച്ചതാണ്. അതിലെ വേസ്റ്റ് മാനേജ്മെന്റ് കുറിച്ച് ഒന്നും സബ്ജക്ട് ഉണ്ടായിരുന്നു. സോ എനിക്ക് കേരളവും അപ്പോ പുതിയതാണ്, സബ്ജക്റ്റും പുതിയതാണ്, സ്റ്റേറ്റും പുതിയതാണ്, സംസ്ഥാനവും പുതിയതാണ്. സോ അപ്പോ ഞാൻ അവിടെ വന്നപ്പോ ഒരുപാട് ആൾക്കാർ എല്ലാവരും വന്ന് ഇത് ചെയ്യാൻ മാഡം, അത് ചെയ്യാൻ മാഡം, ഇതാണ് പ്രശ്നം, അതാണ് പ്രശ്നം, നമുക്ക് ഇത് ചെയ്യണം, ഇതാണ് ഇവിടെ ഈ പ്രശ്നമുണ്ട്, നമുക്ക് ആ ടെക്നോളജി കൊണ്ടുവരാം. അപ്പോൾ ഒരുപാട് സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ കേട്ടിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ സ്വിറ്റ്സർലാൻഡിൽ ഇത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ദേശത്തിൽ എന്തുകൊണ്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എല്ലാ ചർച്ചകളെല്ലാം ചെയ്യുന്നുണ്ട്. വീട്ടിൽ തൊട്ട് ഓഫീസ് വരെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ? ഓക്കെ. സോ ഇത് ചെയ്ത് നമ്മുടെ മൈൻഡ് എങ്ങനെയായി ഒരു നെക്സ്റ്റ് ഇതുപോലായി എല്ലാം ഒരുപാട് ചർച്ചകളും ഒരുപാട് മിസ്കൺസെപ്ഷൻസ്, ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ ഒരുപാട് നമ്മുടെ മൈൻഡിൽ ഇപ്പോ ഇരിക്കുന്നു.
മാലിന്യ സംസ്കരണം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ചുമതലയല്ലെന്നും പൊതുജനങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്വം ഇതിന് ആവശ്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. പൊതുജനങ്ങളുടെ മനോഭാവത്തിലും ശീലങ്ങളിലും മാറ്റങ്ങൾ വന്നാൽ ഒരു പരിധിവരെ മാലിന്യ സംസ്കരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് മാലിന്യ പ്രശ്നമെന്നും മാലിന്യ സംസ്കരണത്തിന് ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ മാതൃകയാക്കേണ്ടതില്ലെന്നും കെ വാസുകി IAS പറഞ്ഞു. നമുക്ക് യാതൊരു ഫോറിൻ ടെക്നോളജിയോ ഡെവലപ്ഡ് നേഷൻ ആണ് ബെസ്റ്റ് ആണ് ചെയ്യുന്നത്, വികസിത രാജ്യങ്ങളാണ് ബെസ്റ്റ് ആണ് ചെയ്യുന്നത്, നമ്മുടെ ദേശത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എപ്പോഴും ആലോചിക്കുന്നത്. നമ്മുടെ ദേശത്തിൽ ഒരുപാട് സ്ട്രെങ്സ് ഉണ്ട്, ബലങ്ങളുണ്ട്, ബലഹീനങ്ങളുമുണ്ട്. പക്ഷെ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തത്, ഒരു മെഷീൻ മാത്രം മേടിച്ചാൽ പ്രശ്നം തീരുന്ന എപ്പോഴും ആലോചിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സമയവും അതിനു വേണ്ടിയുള്ള ആവശ്യമുള്ള എഫേർട്ടും നമുക്ക് കൊടുത്താലേ മാലിന്യ സംസ്കൃതം മുന്നോട്ട് പോകാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഉത്തരവാദിത്വം. മാലിന്യം ലോക്കൽ ബോഡിയുടെ ഉത്തരവാദിത്വം മാത്രം അല്ല, ഇത് നിങ്ങളുടെ എന്റെ എല്ലാവരുടെ ഉത്തരവാദിത്വം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും ക്ലാസിൽ പ്രതിപാദിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, നഗരസഭാ കൌൺസിലർമാരായ സുഭാഷ് ജി നാഥ്, സഞ്ജു ബുക്കാരി, സുബിരാജ്, യമുന സുന്ദരേശൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ തുടങ്ങി നൂറുകണക്കിന് ആളുകളാണ് ശില്പശാലയിൽ പങ്കുകൊണ്ടത്. മാലിന്യ സംസ്കരണത്തിനായി പുനലൂർ നഗരസഭ വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭയിൽ 5000 പൈപ്പ് കമ്പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്നും അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കിയതായും നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ സോഴ്സിൽ തന്നെ സംസ്കരിക്കുന്നതിനും എല്ലാ അജൈവ മാലിന്യങ്ങളും മുഴുവൻ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പരിപാടി ഞങ്ങളിപ്പോ മുനിസിപ്പൽ കൗൺസിൽ പ്ലാൻ ചെയ്തു, ചർച്ച ചെയ്തു, അംഗീകരിച്ചു. അതിന്റെ ഒരു കരട് പദ്ധതി രേഖ ഇന്ന് മാഡത്തിന് സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 25-ാം തീയതിയാണ് കൗൺസിലറുടെ 26 അവധിയായി പോയി. തീർച്ചയായിട്ടും അത് തിരുവനന്തപുരത്ത് എത്തിക്കാം. ഞങ്ങൾ സംഘടിപ്പിച്ച ഞങ്ങളിപ്പോ പദ്ധതിയിട്ട ഈ പ്രോജക്ട് മാഡം വിഭാവന ചെയ്ത നിലയിലുള്ള മാലിന്യ സംസ്കരണ പരിപാടിയാണ്. ഞങ്ങളിപ്പോ കുടുംബശ്രീ മിഷയുടെ യൂണിറ്റുകളെ ഏർപ്പാട് ചെയ്തിട്ട് 5000 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഈ മാസം തന്നെ ഫെബ്രുവരിയിൽ തന്നെ 5000 വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഇപ്പോ അവിടെ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി.
പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമുട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അഗസ്ത്യകോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മോഷണ പരമ്പര. പോലീസും കമ്മിറ്റി അംഗങ്ങളും നിസ്സംഗത പാലിക്കുന്നതായി പരാതി. അഗസ്ത്യകോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീണ്ടും മോഷണം നടന്നു. ക്ഷേത്രത്തിലെ വഞ്ചി പൊളിച്ച് മോഷ്ടാവ് 3000-ഓളം രൂപയാണ് കവർന്നത്. ഒരു വർഷത്തിനിടയിൽ 2ാം തവണയാണ് മോഷണം നടക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യവും നട്ടുച്ച നേരത്താണ് മോഷണം നടന്നത് എന്നത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ ഇത്രയേറെ മോഷണം നടന്നിട്ടും കമ്മിറ്റി അംഗങ്ങൾ കാണിക്കുന്ന നിസ്സംഗതയിൽ ജനങ്ങളും നീരസത്തിലാണ്. പട്ടാപ്പകൽ ക്ഷേത്രത്തിനുള്ളിൽ ചുറ്റുമതിൽ ചാടിക്കടന്നാണ് മോഷണം നടത്തുന്നത്. ഇങ്ങനെ മോഷ്ടാക്കളുടെ വിഹാരരംഗമായി അഗസ്ത്യകോട് മാറുമ്പോൾ രാത്രിയിൽ എന്ത് വിശ്വാസത്തിൽ കിടന്നുറങ്ങും എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അമൂല്യമായ പഞ്ചലോഹ വിഗ്രഹവും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളുമുള്ള ഈ ക്ഷേത്രത്തിൽ നൈറ്റ് സെക്യൂരിറ്റിയോ മറ്റു നിരീക്ഷണ സംവിധാനങ്ങളോ ഇല്ലാത്തത് മോഷ്ടാക്കൾക്ക് സഹായകമാകുന്നു. അടിക്കടി ഇത്രയേറെ മോഷണങ്ങൾ നടന്നിട്ടും ഇത് തടയുന്നതിനായി ഒരു നടപടിയും ക്ഷേത്ര അധികാരികൾ കൈക്കൊള്ളുന്നില്ല എന്നത് അതിശയകരമായ വസ്തുതയാണ്. 2 മോഷണങ്ങൾ കഴിഞ്ഞപ്പോൾ അഗസ്ത്യകോട്ടെ യുവജന പ്രസ്ഥാനമായ ശൈവ വൈഷ്ണവ സംഘത്തിലെ പ്രവർത്തകർ ക്ഷേത്രത്തിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുവാൻ മുന്നിട്ട് വരികയും അതിനുള്ള അനുവാദം ഭരണസമിതിയോട് ചോദിക്കുകയും ചെയ്തതാണ്. എന്നാൽ പല ന്യായങ്ങൾ പറഞ്ഞ് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഇതിനുള്ള അനുവാദം നൽകിയിരുന്നെങ്കിൽ പിന്നീട് നടന്ന 2 മോഷണങ്ങൾ തടയുന്നതിനോ മോഷ്ടാവിനെ പിടികൂടുന്നതിനോ സാധിക്കുമായിരുന്നു. ഇനിയും ഈ നിസ്സംഗത ഭരണസമിതിയും പോലീസും അവസാനിപ്പിക്കണമെന്നും മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടുകയും ക്ഷേത്രത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പൊതുജനങ്ങൾ അറിയിച്ചു. 4ാമത്തെ വട്ടമാണ് ഈ ക്ഷേത്രത്തിൽ മോഷണവും നടക്കുന്നത്. 4 വട്ടവും 3 വട്ടവും സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിന്റെ വേണ്ടപ്പെട്ടവരെ കണ്ട് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഒരു അന്വേഷണവും ഈ ഒരു മോഷണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അത് പോലീസിന്റെ വളരെ അനാസ്ഥയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭാരവാഹികൾ എത്രയും പെട്ടെന്ന് അത് ബന്ധപ്പെട്ട നിയമപാലകരെ അറിയിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായി ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിറങ്ങ് അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഇനി മേലാൽ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാത്ത രീതിയിൽ ഒരു CC ക്യാമറയോ മറ്റ് വേണ്ടുന്ന സംരംഭങ്ങൾ ഈ ക്ഷേത്രത്തിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാവുകയും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങൾ വളരെയേറെ ജനവും ക്ഷേത്രവുമായിട്ട് വളരെയേറെ അടുപ്പമുള്ള ഒരു സംഭവമാണ്. ജനങ്ങൾ അത്രയേറെ ഭക്തരായി നിൽക്കുന്ന ഈ സമയത്ത് ഇതേപോലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഭക്തർക്ക് അത് വളരെയേറെ മാനസിക വിഷമമുണ്ട്. അത് മാറ്റിക്കൊണ്ട് ക്ഷേത്രഭാരയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം നേരിട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ശ്രമം തടയുവാൻ പറ്റൂ. അതിനെതിരെ പോലീസ് പ്രതികരിച്ചിരുന്നുണ്ടെങ്കിൽ വാർഡ് മെമ്പറുടെ ഒരു കൂട്ടായ്മയിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വരുമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ലൈവ് വാർത്ത അഞ്ചൽ. ഇന്ത്യയുടെ 67ാമത് റിപ്പബ്ലിക് ദിനം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. നടുക്കുന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ KN ബാലഗോപാൽ MP പതാക ഉയർത്തി. 67ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുന്നോടിയായി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടുക്കുന്ന് ഹൈസ്കൂൾ അങ്കണത്തിൽ രാജ്യസഭാ അംഗം KN ബാലഗോപാൽ ദേശീയ പതാക ഉയർത്തി. വൻ പൗരാവലിയുടെ സാന്നിധ്യത്തിലാണ് നടുക്കുന്ന് ഹൈസ്കൂൾ അങ്കണത്തിൽ KN ബാലഗോപാൽ പതാക ഉയർത്തിയത്. NCC, NSS, JRC, വിവിധ സ്കൂൾ പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ ആഘോഷ പരിപാടികളിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയാണ് പത്തനാപുരത്ത് സംഘടിപ്പിച്ചത്. ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. രാജ്യസ്നേഹത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും സന്ദേശം വാനോളമുയർത്തി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന ഘോഷയാത്ര നടന്നു.
അല്ല അല്ല എന്തുകൊണ്ട് കേട്ടോ പടം എടുക്കണം പക്ഷേ നമ്മൾ പ്രത്യേകം വരുത്തിയ
ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായിട്ട് ഇന്ന് 67 വർഷങ്ങൾ പിന്നിടുകയാണ്. നമുക്ക് അഭിമാനിക്കാം, നമുക്ക് സന്തോഷിക്കാം. താളമേളങ്ങളുടെയും ഒത്തുകൂടലുകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും നൃത്തവിസ്മയങ്ങളുടെയും തുടങ്ങി നിരവധി. പത്തനാപുരത്തിന്റെ ദേശസ്നേഹം വിളിച്ചറിയിച്ചുകൊണ്ട് നടന്ന റിപ്പബ്ലിക് ദിന ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. നടുക്കുന്ന ഹൈസ്കൂൾ അങ്കണത്തിൽ നിന്നുമാണ് വൻ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര ആരംഭിച്ചത്. പ്രധാന പാതയെ വർണ്ണാഭമാക്കി ഒഴുകി നീങ്ങിയ ഘോഷയാത്ര ജില്ലാ അതിർത്തിയായ കല്ലുംകടവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പര്യവസാനിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 67ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന ഘോഷയാത്രയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാ, കായിക, സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സംഘടനകൾ, കുടുംബശ്രീ, വ്യാപാരി വ്യവസായി യുവജന പ്രസ്ഥാനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരി വ്യവസായികൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മാധ്യമപ്രവർത്തകർ, ട്രേഡ് യൂണിയനുകൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ, ഡ്രൈവേഴ്സ്, വിമുക്ത ഭടന്മാർ തുടങ്ങി ആയിരങ്ങൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്തും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. കെ ബി ഗണേഷ് കുമാർ MLA പതാക ഉയർത്തി. പത്തനാപുരം സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ മുൻ മന്ത്രിയും MLAയുമായ കെ ബി ഗണേഷ് കുമാർ ത്രിവർണ്ണ പതാക ഉയർത്തി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ കെ ബി ഗണേഷ് കുമാർ MLA റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പ്രിയമുള്ള ജനപ്രതിനിധികൾ, പ്രിയമുള്ള ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ കുഞ്ഞുമക്കളെ, നമ്മുടെ രാജ്യം 67ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈ 67 വർഷം നമ്മൾ 67 തവണയും ആഘോഷിക്കുമ്പോൾ ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണയുകയാണ്. പക്ഷെ എപ്പോഴും നമ്മളെ അലട്ടുന്ന വിഷയം, നമ്മൾ പലപ്പോഴും ഈ അടുത്ത കാലത്തായി ആഘോഷങ്ങൾ ഭീഷണിയുടെ നിഴലിലാണ് എന്ന മാധ്യമ വാർത്തകളാണ്. എന്തുകൊണ്ട് അത്തരത്തിൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം തുടങ്ങിയ മഹത്തായ ദിവസങ്ങൾ ഭീഷണിയുടെ നിഴലിൽ വലിയ സുരക്ഷിതം, പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ വലിയ സുരക്ഷിതത്തിന്റെ തണലിൽ നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലജ്ജാകരമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന് മുൻപും ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വെച്ച മഹാന്മാരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ച സ്നേഹത്തിന്റെയും നന്മയുടെയും സത്യത്തിന്റെയും മാർഗത്തിൽ മുന്നോട്ട് പോകാം എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. രാജ്യത്ത് നടക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഭീഷണിയുടെ നിഴലിലാണെന്നും ഇത് ആശങ്കാജനകമാണെന്നും ഗണേഷ് കുമാർ MLA റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനത്തിന്റെ മാർഗത്തിലൂടെ നാം നേടിയെടുത്ത റിപ്പബ്ലിക് എന്ന സ്വപ്നവും യാഥാർത്ഥ്യവും പട്ടാളത്തിന്റെയും പോലീസിന്റെയും ഉരുക്ക് സംരക്ഷണയിൽ ആഘോഷിക്കപ്പെടുന്നത് ആശങ്കാജനകമാണെന്നും രാജ്യത്തിന്റെ ഓരോ ആഘോഷവും ഭീഷണിയുടെ നിഴലിലാണെന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാതെ സമ്പൂർണ്ണ ദേശീയത ആഘോഷിക്കപ്പെടാൻ കഴിയില്ലെന്നും കെ ബി ഗണേഷ് കുമാർ MLA പറഞ്ഞു. താലൂക്ക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പത്തനാപുരം പോലീസ്, JRC, ബാൻഡ് സംഘങ്ങൾ, NCC ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, തഹസീൽദാർ പ്രദീപ് കുമാർ, താലൂക്ക് ജീവനക്കാരടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു.
പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. നിരവധി കേസുകളിലെ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ ആളെ ഗുണ്ടാ നിയമപ്രകാരം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വടമൺ സ്വദേശി ലങ്കേഷ് ആണ് പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ വടമൺ കാട്ടുപുറം ലങ്കേഷ് ഭവനിൽ ലങ്കേഷിനെയാണ് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ KB മനോജ് കുമാർ, SI സതീഷ് കുമാർ, ASI-മാരായ നാസർ, സന്തോഷ് കുമാർ, സുലൈമാൻ, CPO-മാരായ ബിജു താജുദ്ദീൻ, നിഷാദ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പല കേസുകളിലും പ്രതിയായ ലങ്കേഷിനെ പലപ്പോഴും പിടികൂടാൻ പോലീസ് എത്തുമ്പോഴും പോലീസിനെ വെട്ടിച്ച് കടന്നുകളയുമായിരുന്നത്രേ. ലങ്കേഷ് അഞ്ചലിന് സമീപത്തുള്ള വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് പുനലൂർ DYSPക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇയാളെ പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് മുന്നോടിയായി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. 23-ന് അച്ചൻകോവിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥ 31-ന് കുളത്തൂപ്പുഴ ചോഴിയക്കോട് സമാപിക്കും. കുറിച്ചും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് അഭ്യസ്തവിദ്യരുടെ തൊഴിൽ സ്വപ്നങ്ങളെ കൊള്ളയടിച്ച ഭരണത്തിനെതിരെ നാടെങ്ങും നവകേരള മാർച്ചിന് ആവേശകരമായ വരവേൽപ്പ് നൽകപ്പെടുകയാണ്. ജനലക്ഷങ്ങൾ ഹൃദയത്തിലേറ്റിയ നവകേരള മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള കാൽനട പ്രചരണ ജാഥയാണ് ഈ വഴിത്താനയിലൂടെ കടന്നുവരുന്നത്. ജാഥാക്യാപ്റ്റനായി CPM-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സെക്രട്ടറി ബാബുപണിക്കർ മാനേജറുമായുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ജാഥാ ക്യാപ്റ്റനും ജില്ലാ കമ്മിറ്റി അംഗം K ബാബു പണിക്കർ മാനേജറുമായ ജാഥയ്ക്ക് ബുധനാഴ്ച ഉച്ചയോടെ പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സ്വീകരണം നൽകിയത്. ചാലക്കോട് ബ്രാഞ്ചിന് വേണ്ടി സഖാവ് സലാമുദ്ദീൻ, കാഞ്ഞിരമല ബ്രാഞ്ചിന് വേണ്ടി സഖാവ് R വിനയൻ, കാഞ്ഞിരമല കുസരിക്ക് വേണ്ടി A നസീർ, മഹിളാ അസോസിയേഷന് വേണ്ടി സഖാവ് വിമല ഗുരുദാസ്, സഖാവ് നിമ്മി എബ്രഹാം വേണ്ടി സഖാവ് അജി ആന്റണി, ടൗൺ ബ്രാഞ്ചിന് വേണ്ടി സഖാവ് സലാമുദ്ദീൻ, CHO-ന് വേണ്ടി സഖാവ് ജോർജ്, സഖാവ് പുടിയൻ. ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കാനും രക്ഷിക്കാനും കഴിയാത്ത നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസും ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാരും പ്രതിപട്ടികയിൽ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ. ഒരുപാട് യാത്രകൾ കേരളത്തിൽ നടക്കുന്നു. ഇപ്പോ സുധീരന്റെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്ര. ആരിൽ നിന്നാണ് കേരളത്തെ രക്ഷിക്കേണ്ടത്? സുധീരനും കോൺഗ്രസ് പറയണം. ആരിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? ഈ കേരളം ആരാൽ തകർക്കപ്പെട്ടിരിക്കുന്നു പറയണ്ടേ? ഇവിടെ കേരളത്തിലെ സുധീരന്റെ കേരള മാർച്ച്, കേരളത്തിലെ സുധീരൻ നയിക്കുന്ന KPCയുടെ പ്രസിഡന്റ് നയിക്കുന്ന ജനരക്ഷാ മാർച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണമുണ്ടാകുമെന്ന് ഒരാൾക്കും ഉറപ്പില്ല, കോൺഗ്രസുകാർക്ക് ഒരു ഉറപ്പില്ല. കഴിഞ്ഞ 23-ന് അച്ചൻകോവിലിൽ CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത കാൽനട പ്രചരണ ജാഥ 31-ന് കുളത്തൂപ്പുഴ ചോഴിയക്കോട് സമാപിക്കും. അഴിമതിമുക്ത വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് ഫെബ്രുവരി 13-ന് വൈകിട്ട് 3 മണിയോടെ പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സ്വീകരണം നൽകുന്നത്. കാൽനട പ്രചരണ ജാഥയിൽ നിരവധി പാർട്ടി പ്രവർത്തകർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന് ശാപമോക്ഷമാകുന്നു. തൂക്കുപാലം ഫെബ്രുവരി 3-ന് നാടിന് സമർപ്പിക്കും. ഫെബ്രുവരി 3-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നവീകരിച്ച തൂക്കുപാലം ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച തൂക്കുപാലം ഉദ്ഘാടനം ചെയ്യുന്നതോടെ കിഴക്കൻ മേഖലയുടെ ടൂറിസം സ്വപ്നങ്ങൾ ഒരു പരിധിവരെ യാഥാർത്ഥ്യമാകും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ 8 തവണയാണ് മുടങ്ങിയത്. KB ഗണേഷ് കുമാർ വനമന്ത്രിയായതോടെയാണ് തൂക്കുപാലത്തിന്റെ നവീകരണത്തിന് കമ്പകത്തടികൾ എത്തിച്ചത്. കമ്പകത്തടികളുടെ അഭാവം മൂലമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തേണ്ടി വന്നത്. വനത്തിനുള്ളിൽ വീണുകിടന്ന കമ്പകത്തടികൾ ശേഖരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനം ഡിപ്പോകളിൽ എത്തിച്ചതോടെ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാവുകയായിരുന്നു. ഇടയ്ക്ക് നവീകരണം മന്ദഗതിയിലായതോടെ തൂക്കുപാലം സംരക്ഷണ സമിതി സമരപരിപാടികളുമായി രംഗത്ത് വന്നു. ഇതോടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്ന് നവീകരണത്തിന് വേഗത കൈവന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവില നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ BJP പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2 പ്രതികൾ പിടിയിലായത് 6 വർഷങ്ങൾക്ക് ശേഷം. പുനലൂരിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു വിവിധ പദ്ധതികളുമായി നഗരസഭ. അഞ്ചലിൽ ഗുണ്ടാ നിയമപ്രകാരം യുവാവ് അറസ്റ്റിലായത് വടമൺ സ്വദേശി ലങ്കേഷ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.